ലങ്കയുടെ ഐശ്വര്യം, രാവണൻ്റെ സ്വകാര്യ അഹങ്കാരം, രാക്ഷസപ്പടയുടെ രാജകുമാരൻ, ഇന്ദ്രനെ ജയിച്ചവൻ, അതിരഥി ഇന്ദ്രജിത്ത്. ഇന്ദ്രജിത്തിൻ്റെ ജനനം തന്നെ വളരെ സ്വാരസ്യമേറിയ കഥയാണ്. ത്രിലോകങ്ങളും അടക്കിവാണ ലങ്കേശൻ രാവണന് തന്നേക്കാൾ കേമനായൊരു പുത്രൻ ജനിക്കണമെന്ന് ഏറെ ആഗ്രഹമുണ്ടായിരുന്നു. ജ്യോതിഷത്തിൽ പണ്ഡിതനായ രാവണൻ ഗ്രഹങ്ങളെല്ലാം ഒരു പ്രത്യേക സ്ഥാനത്ത് നിൽക്കുന്ന സമയം തനിക്കൊരു പുത്രൻ പിറക്കുകയാണെങ്കിൽ അവൻ ശ്രേഷ്ഠനും അജയ്യനുമായി തീരുമെന്ന് മനസ്സിലാക്കി. അതിനാൽ തന്നെ തൻ്റെ പുത്രൻ്റെ ജനനസമയം അടുത്തപ്പോൾ രാവണൻ നവഗ്രഹങ്ങളെ നേരിട്ട് പോയി കണ്ട് ഉത്തമമായ സ്ഥാനങ്ങളിൽ നിലയുറപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ത്രിലോകങ്ങൾക്കും അധിപതിയായ രാവണനെ എതിർക്കാനോ തടയാനോ ഉള്ള കരുത്തും ധൈര്യവും ഇല്ലാത്ത ഗ്രഹങ്ങൾ ഭയത്തോടെ രാവണനെ അനുസരിച്ചു. എന്നാൽ ശനിഗ്രഹം മാത്രം രാവണൻ്റെ ആജ്ഞയെ എതിർത്തു. കോപം പൂണ്ട ദശാനനൻ ശനിയെ തലകീഴായി ബന്ധിച്ചു. 11ാം സ്ഥാനത്തിൽ ശനിഗ്രഹം നിൽക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടും ഏറ്റവും ഉത്തമമായ മുഹൂർത്തത്തിൽ തൻ്റെ മകൻ്റെ ജനനം സംഭവിക്കുമെന്നും പിന്നെ അവനെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കില്ലെന്നും രാവണന് നന്നായി അറിയാമായിരുന്നു. എന്നാൽ രാവണൻ്റെ പ്രവൃത്തിയിൽ അരിശം വന്ന ശനി രാവണൻ്റെ പദ്ധതികൾ തകർക്കണമെന്ന് തീരുമാനിച്ചു. കാരണം രാവണ പദ്ധതി നടന്നു കഴിഞ്ഞാൽ പിന്നെ രാവണനെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കില്ലെന്ന ഭയപ്പെടുത്തുന്ന സത്യം ശനിക്കറിയാമായിരുന്നു. അതിനാൽ ഇന്ദ്രജിത്ത് ജനിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ക്ഷണം വരെ ശനി ബന്ധനസ്ഥനായി രാവണൻ നിശ്ചയിച്ച സ്ഥാനത്ത് തുടരുകയും ജനിക്കുന്ന ആ ക്ഷണം ഞൊടിയിടയിൽ സ്ഥാനം മാറുകയും ചെയ്തു. അതിനാലാണ് ലക്ഷ്മണനാൽ ഇന്ദ്രജിത്ത് വധിക്കപ്പെട്ടതും. ഇന്ദ്രജിത്തിൻ്റെ യഥാർത്ഥ നാമം മേഘനാഥൻ എന്നാണ്. രാവണപുത്രൻ പിറവിയെടുത്തപ്പോൾ അതിഭയാനകമായ ശബ്ദത്തോടെ കുഞ്ഞ് കരയാൻ തുടങ്ങി. ആ ശബ്ദം മേഘങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി ഇടിമിന്നൽ ഉണ്ടാകുന്നതിന് തുല്യമായിരുന്നു. അതിനാൽ തന്നെ കുഞ്ഞിന് മേഘനാഥൻ എന്ന് പേരിട്ടു. ഒരിക്കൽ രാവണനും ദേവന്മാരും തമ്മിൽ കടുത്ത യുദ്ധമുണ്ടായി. ഘോരയുദ്ധത്തിൽ ദേവന്മാരെ എല്ലാവരും ചേർന്ന് രാവണനെ വളഞ്ഞിട്ട് ആക്രമിച്ചു. ഇതറിഞ്ഞ കോപിഷ്ഠനായ ഇന്ദ്രജിത്ത് തൻ്റെ സിംഹവാഹനത്തിൽ കയറി ദേവന്മാരോട് ഏറ്റുമുട്ടി. ഇന്ദ്രജിത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അവർക്കാർക്കും കഴിഞ്ഞില്ല. ഒടുവിൽ ദേവന്മാരുടെ രാജാവായ ഇന്ദ്രനെ തന്നെ പരാജയപ്പെടുത്തിയ മേഘനാഥൻ ദേവരാജനെ ബന്ധിച്ച് വലിച്ചിഴച്ച് രാവണൻ്റെ കാൽക്കൽ കൊണ്ടുചെന്നിട്ടു. ശേഷം ഇന്ദ്രനെ വധിക്കാനായി ആയുധമെടുത്തു. ഉടൻ തന്നെ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെടുകയും ഇന്ദ്രനെ ജയിച്ചവൻ ഇനി മുതൽ ഇന്ദ്രജിത്ത് എന്ന് അറിയപ്പെടും എന്നറിയിക്കുകയും ചെയ്തു. ഇന്ദ്രനെ വെറുതെ വിടുവാനും പകരം ആവശ്യപ്പെടുന്ന വരം നൽകാമെന്നും ബ്രഹ്മദേവൻ അറിയിച്ചപ്പോൾ ഇന്ദ്രജിത്ത് അതിനെ മാനിച്ച് ദേവേന്ദ്രനെ വെറുതെ വിട്ടു. വരമായി അമരത്വം ആവശ്യപ്പെട്ട മേഘനാഥനോട് അത്തരത്തിലുള്ളൊരു വരം നൽകാൻ കഴിയില്ലെന്നും പകരം മറ്റൊരു വരം നൽകാമെന്നും ബ്രഹ്മദേവൻ അറിയിച്ചു. ബ്രഹ്മദേവനിൽ നിന്ന് മേഘനാഥൻ സ്വായത്തമാക്കിയ വരം ഇതാണ്. ലങ്കയിലെ ഒരു ഗുഹയിൽ സ്ഥിതി ചെയ്യുന്ന മേഘനാഥൻ്റെ കുലദേവതയായ നികുംബിലയ്ക്ക് വേണ്ടി അവിടെ ചെന്ന് ഒരു യജ്ഞം നടത്തുമ്പോൾ ആ യജ്ഞത്തിൽ നിന്നും കുതിരകളെ പൂട്ടിയ ഒരു രഥം ഉയർന്നു വരികയും ആ രഥത്തിൽ കയറി യുദ്ധം ചെയ്യുന്നിടത്തോളം കാലം ഇന്ദ്രജിത്ത് പരാജയപ്പെടില്ലെന്നും ബ്രഹ്മദേവൻ ആശീർവദിച്ചു. ഒപ്പം ഒന്നുകൂടെ പറഞ്ഞു, 14 വർഷം ഉറങ്ങാതിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ആ യജ്ഞം തടസ്സപ്പെടുത്താൻ കഴിയൂ. അങ്ങനെ അത് തടസ്സപ്പെടുത്തുന്ന വ്യക്തിക്ക് മാത്രമേ മേഘനാഥനെ വധിക്കാൻ കഴിയൂ എന്ന്. പുരാണേതിഹാസങ്ങളിൽ തന്നെ രാജാക്കന്മാർ അനുഷ്ഠിക്കേണ്ട സർവ്വയാഗങ്ങളും അനുഷ്ഠിച്ചിട്ടുള്ള ഒരേയൊരു കഥാപാത്രമാണ് ഇന്ദ്രജിത്ത്. കൂടാതെ ത്രിമൂർത്തികളായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെയെല്ലാം ദിവ്യാസ്ത്രങ്ങളും മേഘനാഥൻ സ്വായത്തമാക്കിയിരുന്നു. ബ്രഹ്മദേവൻ്റെ ബ്രഹ്മശിരോസ്ത്രവും മഹാവിഷ്ണുവിൻ്റെ വൈഷ്ണവാസ്ത്രവും മഹാദേവൻ്റെ പാശുപതാസ്ത്രവും കൂടാതെ വാസവീശക്തിയടക്കമുള്ള മറ്റു ദിവ്യാസ്ത്രങ്ങളും മേഘനാഥൻ്റെ പക്കലുണ്ടായിരുന്നു. ഇതൊന്നും കൂടാതെ സാക്ഷാൽ പരമശിവനിൽ നിന്ന് താമസീമായ എന്നും സമാധി എന്നുമൊക്കെ അറിയപ്പെടുന്ന അതിവിശിഷ്ടമായ മായാശക്തികളും മേഘനാഥൻ സ്വായത്തമാക്കി. ഈ വിദ്യ പ്രയോഗിച്ചുകൊണ്ട് മേഘനാഥന് ശത്രുസൈന്യത്തിനുമേൽ കനത്ത നാശനഷ്ടം വരുത്താൻ സാധിക്കുമായിരുന്നു. രാമരാവണ യുദ്ധത്തിൽ വാനര സൈന്യത്തിന് ഏറ്റവും വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയതും ഇന്ദ്രജിത്തായിരുന്നു. മായാപ്രയോഗങ്ങളിലൂടെയും അസ്ത്രവിദ്യയിലൂടെയും 677 ദശലക്ഷം വാനരന്മാരെയാണ് ആ വീരൻ കാലപുരിക്കയച്ചത്. യഥാർത്ഥത്തിൽ അതിനുശേഷമാണ് ഭൂമിയിൽ വാനരന്മാരുടെ എണ്ണം മനുഷ്യരുടെ എണ്ണത്തേക്കാൾ ഗണ്യമായി കുറഞ്ഞതെന്നാണ് പറയപ്പെടുന്നത്. രാമായണത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സൈനികരെ വധിച്ചതും ഇന്ദ്രജിത്താണ്. 12 മഹാരഥിമാരോട് ഒരേ സമയം ഏറ്റുമുട്ടാൻ കഴിയുന്ന അതിരഥിയായ യോദ്ധാവായിരുന്നു ഇന്ദ്രജിത്ത്. മഹാഭാരതത്തിലെ ഭീഷ്മരും കർണനും അർജുനനുമെല്ലാം മഹാരഥികളായിരുന്നു. അവരെപ്പോലെ 12 മഹാരഥിമാരോട് ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്താൻ കഴിയുന്നവരെയാണ് അതിരഥി എന്ന് വിളിക്കാറ്. ശേഷനാഗത്തിൻ്റെ പുത്രിയായ സുലോചനയാണ് മേഘനാഥൻ്റെ പത്നി. ഏകപത്നി വ്രതമനുഷ്ഠിച്ചവനായിരുന്നു രാവണപുത്രൻ മേഘനാഥൻ. രാമരാവണ യുദ്ധത്തിൽ സുഗ്രീവ സൈന്യത്തെ മുച്ചൂടും മുടിച്ചിട്ട്
രാമലക്ഷ്മണന്മാരുമായി യുദ്ധം ചെയ്യുന്നുണ്ട് ഇന്ദ്രജിത്ത്. ഒടുവിൽ നാഗപാശം പ്രയോഗിച്ച് രാമലക്ഷ്മണന്മാരെ ബന്ദികളാക്കുന്നു. എന്നാൽ തക്ക സമയത്ത് ഹനുമാനും ഗരുഡനും വന്ന് ഇരുവരെയും രക്ഷപ്പെടുത്തുന്നു. യുദ്ധത്തിൽ അടുത്ത ദിവസം നാഗപാശത്താൽ താൻ ആക്രമിച്ചു വീഴ്ത്തിയ രാമലക്ഷ്മണന്മാർ മരിച്ചിട്ടില്ലെന്ന വാർത്തയറിഞ്ഞ ഇന്ദ്രജിത്ത് വർദ്ധിത വീര്യത്തോടെ യുദ്ധം ചെയ്യുന്നു. യുദ്ധമുഖത്ത് ഭയാനകമായ പോരാട്ടം നടത്തി തൻ്റെ സൈന്യത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഇന്ദ്രജിത്തിനോട് ലക്ഷ്മണൻ ഏറ്റുമുട്ടി. മായാവിദ്യകളിലൂടെ ഇന്ദ്രജിത്ത് ലക്ഷ്മണനെ ഒരേ സമയം പല ദിശകളിൽ നിന്നായി ആക്രമിച്ചു. ഇന്ദ്രജിത്തിൻ്റെ മായാവിദ്യയിൽ ഒന്നും മനസ്സിലാകാതെ ലക്ഷ്മണൻ കുഴങ്ങി നിന്നു. കൃത്യസമയത്ത് വാസവി ശക്തി എന്ന മഹാ ആയുധം ഇന്ദ്രജിത്ത് ലക്ഷ്മണന് നേരെ പ്രയോഗിച്ചു. വാസവി ശക്തിയേറ്റ് ലക്ഷ്മണൻ നിലംപതിച്ചു. വാസവി ശക്തിയെപ്പറ്റി കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. മഹാഭാരതത്തിൽ കവചകുണ്ടലങ്ങൾക്ക് പകരമായി ഇന്ദ്രൻ കർണന് കൊടുക്കുന്നതും ശേഷം ഘടോത്കചനെ വധിക്കാൻ കർണൻ പ്രയോഗിക്കുന്നതും ഇതേ വാസവി ശക്തി തന്നെയാണ്. വാസവി ശക്തിയേറ്റ് അത്യാസന്ന നിലയിലായ ലക്ഷ്മണകുമാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ആഞ്ജനേയൻ കൊണ്ടുവന്ന മൃതസഞ്ജീവനി ഔഷധമാണ്. യുദ്ധം എത്രയും പെട്ടെന്ന് തീർക്കാൻ തീരുമാനിച്ച ഇന്ദ്രജിത്ത് ബ്രഹ്മദേവൻ്റെ വരം ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ച് ഗുഹയ്ക്കുള്ളിൽ നികുംബില ദേവിക്ക് സമക്ഷം യാഗം നടത്താൻ പുറപ്പെട്ടു. ഇതു മനസ്സിലാക്കിയ വിഭീഷണൻ വിവരങ്ങളെല്ലാം ഉടൻ തന്നെ മറുപക്ഷത്തെത്തിച്ചു. വാനര സൈന്യത്തെയും വിഭീഷണനെയും കൂട്ടി ലക്ഷ്മണൻ യാഗം മുടക്കാൻ ഗുഹയിലെത്തി. തൻ്റെ ചെറിയച്ഛൻ തന്നെ ശത്രുപക്ഷത്തോടൊപ്പം ചേർന്ന് തൻ്റെ പിതാവിനെയും രാജ്യത്തെയും തന്നെയും ചതിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞ മേഘനാഥൻ കോപം കൊണ്ട് ജ്വലിച്ചു. വിഭീഷണനെ വധിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത് യമദേവൻ്റെ യമാസ്ത്രം ആവാഹിച്ച് വിഭീഷണന് നേരെ തൊടുത്തു. എന്നാൽ ലക്ഷ്മണൻ മറ്റൊരസ്ത്രം കൊണ്ട് ആ അസ്ത്രത്തെ നിർവീര്യമാക്കി. ഇന്ദ്രജിത്ത് തൊടുത്ത ദിവ്യാസ്ത്രങ്ങളെ ഒന്നൊന്നായി ലക്ഷ്മണൻ നിർവീര്യമാക്കി. ലക്ഷ്മണൻ സാധാരണക്കാരനല്ലെന്നും തൻ്റെ യാഗം മുടക്കുകയും 14 വർഷം ഉറങ്ങാത്തവനുമാണെന്ന് മനസ്സിലാക്കിയ ഇന്ദ്രജിത്ത് തൽക്ഷണം അവിടെ നിന്നും അപ്രത്യക്ഷനായി. ലങ്കയിലെത്തിയ മേഘനാഥൻ കാര്യങ്ങളെല്ലാം രാവണനോട് പറയുകയും രാമലക്ഷ്മണന്മാർ സാധാരണക്കാരല്ലെന്നും സീതാദേവിയെ അവർക്ക് വിട്ടുകൊടുത്ത് എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് ഉചിതമെന്നും അറിയിച്ചു. ഇത് കേട്ട് കോപിഷ്ഠനായ രാവണൻ യുദ്ധക്കളത്തിൽ നിന്നും പേടിച്ചോടി വന്ന ഭീരു എന്നാണ് മേഘനാഥനെ പറയുന്നത്. ഇത് കേട്ട് മേഘനാഥൻ മരണം വരെയും തൻ്റെ പിതാവിന് വേണ്ടി പോരാടുമെന്ന് ശബ്ദം ചെയ്ത് യുദ്ധഭൂമിയിൽ പ്രവേശിച്ചു. തുടർന്ന് ലക്ഷ്മണനും മേഘനാഥനും തമ്മിൽ അതിഭീകരമായ യുദ്ധം നടന്നു. ഇരുവരും ദിവ്യാസ്ത്രങ്ങൾ എയ്തുകൊണ്ടേയിരുന്നു. അസ്ത്രങ്ങൾ കൊണ്ട് മാത്രം മേഘനാഥനെ കീഴ്പ്പെടുത്താൻ കഴിയില്ലെന്ന് ലക്ഷ്മണൻ മനസ്സിലാക്കി. രാമനാമം ചൊല്ലി ആഞ്ജലികം എന്ന അസ്ത്രത്തെ ആവാഹിച്ച മേഘനാഥനെതിരെ എയ്തു. രാമനാമത്തിൻ്റെ ശക്തിയിൽ മറ്റൊരു അസ്ത്രം കൊണ്ട് നിർവീര്യമാക്കപ്പെടാതെ ആ അസ്ത്രം മേഘനാഥൻ്റെ ശിരസറുത്തു. ഓർമ്മയുണ്ടോ ആഞ്ജലികം എന്ന അസ്ത്രത്തെ? മഹാഭാരതത്തിൽ കർണനെ അർജുനൻ വധിക്കുന്നത് ആഞ്ജലികാസ്ത്രം പ്രയോഗിച്ചുകൊണ്ടാണ്. മേഘനാഥൻ്റെ മരണശേഷം ഭാര്യ സുലോചന അദ്ദേഹത്തിൻ്റെ ചിതയിൽ ചാടി സതി അനുഷ്ഠിക്കുകയായിരുന്നു. സ്വന്തം ഇളയച്ചനാൽ വഞ്ചിക്കപ്പെട്ട മഹായോദ്ധാവിൻ്റെ വീരപരാക്രമങ്ങളുടെ കഥ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.